ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫ്ലഷ് ടിൻ്റെ കളറും അതുപോലെ തന്നെ യെല്ലോ വർക്കറുമാണ്. ഏറ്റുമാനൂരപ്പനെയാണ് വരയ്ക്കുന്നത്. ഞാനിപ്പോൾ കൊടുക്കുന്ന കളർ എന്ന് പറയുന്നത് ഫ്ലഷ് ടിൻ്റെ ആണ്. ബ്രഷ് തിൻ ആയിട്ടുള്ളൊരു ഇത് ആണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ആ ബ്രഷ് വെച്ച് തന്നെ കൈയുടെ ഭാഗത്തൊക്കെ നമ്മൾ ഒരു ഡാർക്ക് പോർഷൻ കൊടുക്കുവാണ്. അതിനാണ് നമ്മൾ മെയിനായിട്ട് യെല്ലോ വർക്കർ എടുക്കുന്നത്. ഇപ്പം കാലയിലും അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ കൊടുത്ത് അത് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകണം. എങ്കിലേ നമുക്കത് കറക്റ്റ് ഒരു കളറായിട്ട് കിട്ടത്തുള്ളൂ. ഇതിനകത്ത് ഞാൻ 3 കളേഴ്സാണ് മെയിനായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫ്ലഷ് ടിൻ്റ് ഉണ്ട്, റെഡ് കളറുണ്ട്, അതായത് നമ്മുടെ സ്കാർലറ്റിലേക്ക് അതാണിപ്പം നമ്മൾ എടുക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ബോഡിയിലും കയ്യിലും ഒക്കെ കളർ ചെയ്യാൻ പോവുകയാണ്. നമുക്കിനി അതിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് മാറുന്നുണ്ട്. ഈ ബ്രഷാണ് എടുക്കുന്നത്. അത് ഫസ്റ്റ് നമ്മൾ ഫ്ലഷ് ടിൻ്റ് കൊണ്ട് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ ചെറുതായിട്ട് റെഡിഷ് കളർ കൊടുക്കുന്നു. അത് പിന്നെ എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ എല്ലായിടത്തും ഇതുപോലെ അപ്ലൈ ചെയ്യുന്നത്. ആദ്യം ഫ്ലഷ് ടിൻ്റ്, അത് കഴിഞ്ഞിട്ട് റെഡ് കളർ, അത് കഴിഞ്ഞിട്ട് പിന്നെ യെല്ലോ ഓക്കർ, അങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു സ്കിൻ ഷെയ്ഡ് കിട്ടുന്നത്. സ്കിൻ ഷെയ്ഡ് കിട്ടാൻ നമ്മൾ പല രീതിയിലും നോക്കേണ്ട കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡാർക്ക് സ്കിൻ ടോൺ, അത് ഇന്ത്യൻ സ്കിൻ ടോണിൽ ഡാർക്ക് കളർ വരുന്നിടത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്ലൂ കളർ ആഡ് ചെയ്യേണ്ടി വരും. അത് ഡാർക്ക് ബ്ലൂവും വരും, വയലറ്റ് വരും, അല്ലാതുള്ള സ്കൈ ബ്ലൂ കളറും ആഡ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് ഈ 3 കളേഴ്സ് മാത്രമേ ഉള്ളൂ. അത് ആ പ്രൊസീജിയർ മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് വെച്ചാണ് ഇപ്പം ബോഡിയിലും ഒക്കെ ചെയ്യുന്നത്. ഇത് ഏറ്റുമാനൂരപ്പൻ്റെ ഫോട്ടോയാണ്. അവിടെ ഞാൻ തൊഴാൻ ചെന്നപ്പോൾ ആ ഓഡിറ്റോറിയത്തിൽ കണ്ട ഒരു ഫോട്ടോയാണ് ഞാനപ്പോൾ അതുപോലെ തന്നെ ഒന്ന് ഭഗവാന് ഒരു നേർച്ച നേർന്ന് വച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. ഇത് ക്യാൻവാസ് ബോർഡാണിത്.